വയനാട് മുട്ടിൽമലയിൽ പുലി ആക്രമണത്തിൽ യുവാവിന് പരിക്കേറ്റുന്ന ഏറ്റവും പുതിയ വാർത്ത വരുന്നു. പിണങ്ങോട് സ്വദേശി വിനീതനാണ് പരിക്കേറ്റത്. സ്വകാര്യ എസ്റ്റേറ്റിലാണ് ഈ സംഭവം ഉണ്ടായത്. നിസ്സാര പരിക്കുകളോടെ കൈനാട്ടി സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് വിനീതിനെ എന്നുള്ള വാർത്ത. അത് ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ വരുന്നു. സുർജിത്ത് അയ്യപ്പത്ത് ആ വിവരങ്ങൾ നമുക്ക് നൽകും എന്ന് പ്രതീക്ഷിക്കുന്നു. സുർജിത്ത് അയ്യപ്പത്താണ് ചേരുന്നത് അല്ലേ ക്രിസ്റ്റിന? അതെ, സുർജിത്ത് വിവരങ്ങളുമായി ചേരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആന്റണി, അതിപ്പോൾ വന്ന വാർത്തയാണ്. അതെ, പെട്ടെന്ന് വന്ന വാർത്തയാണ്. ഇപ്പോൾ ഒരു സമാധാനമായിട്ട് ആ പ്രദേശത്തുള്ളവർ കഴിയട്ടെ എന്ന് നമ്മൾ അല്പസമയം മുമ്പ് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതേ ഉള്ളൂ. പക്ഷേ ഈ പറയുന്നത് പോലെ ഓരോരോ മേഖലകളിലായിട്ട് ഓരോ തരത്തിലുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണം അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ വന്നിരിക്കുന്നത് പറയുന്നത് പോലെ ശാശ്വത പരിഹാരം എന്നുള്ളത് തന്നെയാണ്. അത് വീണ്ടും വീണ്ടും ഇത്തരത്തിൽ പുലിയുടെയും ആനയുടെയും ഒക്കെ ആക്രമണങ്ങൾ വരുമ്പോൾ അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെയും അവിടുത്തെ ജനങ്ങളുടെയും ഒക്കെ ആവശ്യം. പക്ഷേ അതുണ്ടാവുന്നില്ല എന്നുള്ളതും ഒരു വാസ്തവമാണ്. വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞതുപോലെ തന്നെ ഈ മനുഷ്യരും മൃഗങ്ങളും എല്ലാം ഒരു സമവായത്തോടെ, അതായത് അവരുടേതായ മേഖലയിൽ അവർക്ക് സുർജിത്ത് റെഡിയാണെന്ന് പറയുന്നു. സുർജിത്തെ, ഗുഡ് ഈവനിങ്. അല്പസമയം മുമ്പാണ് നമ്മളൊരു പ്രതീക്ഷ പങ്കുവച്ചത്, ആശ്വാസത്തോടു കൂടി ഇനി വയനാട്ടുകാർക്ക് ഉറങ്ങാമെന്ന്. ഇപ്പോൾ അത് പറഞ്ഞു തീരും മുമ്പ് തന്നെ അടുത്ത വന്യജീവി ആക്രമണം വയനാട്ടിൽ നിന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. വിവരങ്ങൾ ക്രിസ്റ്റീന, അത്ര വലിയ ഗുരുതരമായ പരിക്കൊന്നുമില്ല. അദ്ദേഹത്തെ ഈ ഇവിടെ, അതായത് കൽപ്പറ്റയിൽ തന്നെ കൈനാട്ടി ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഗുരുതരമായ പരിക്കില്ല എന്ന് ആദ്യമേ അറിയിക്കട്ടെ, അതാണ് ആശ്വാസ വാർത്ത. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. മാനന്തവാടി കൊയിലേരി സ്വദേശിയായിട്ടുള്ള കല്ലുട്ടുമ്മൽ ചോലവയൽ വിനീത് എന്നയാൾക്കാണ് പരിക്ക് പറ്റിയിട്ടുള്ളത്. അതായത് അവിടെ തൊഴിലാളികളുടെ, അതായത് റാട്ടക്കൊല്ലി പാറ്റാനി എസ്റ്റേറ്റിലെ തൊഴിലാളിയാണ് ഇദ്ദേഹം. 36 വയസ്സാണ് പ്രായം. ഒട്ടും ഗുരുതരമായ പരിക്കല്ല. പുലി വന്ന് ചാടി എന്നുള്ളതാണ് പറയുന്നത്. അതിനുശേഷം കോറിയ പാട്, കയ്യിൽ കോറിയ ഒരു പാടുണ്ട്. അതൊഴിച്ചാൽ മറ്റ് അപകടകരമായൊരു അവസ്ഥയുമില്ല. പുലി തന്നെയാണ് ചാടിയത് എന്നുള്ള തരത്തിലുള്ള സ്ഥിരീകരണം വന്നിട്ടുണ്ട്. ഒട്ടും ഗുരുതരമല്ല പരിക്ക് എന്നുള്ളത് തന്നെയാണ് ആശുപത്രി അധികൃതരും പറയുന്നത്. അദ്ദേഹത്തിന് വേറെ തരത്തിലുള്ള അപകടങ്ങളില്ല. പക്ഷേ ആ മേഖല എന്ന് പറയുന്നത് ഈ മുട്ടിൽമലയുമായി കണക്ട് ചെയ്യുന്ന ഒരു മേഖലയാണ്, തോട്ടം മേഖലയാണ്. അവിടെയെല്ലാം തന്നെ പുലി സാന്നിധ്യവും മറ്റ് വന്യമൃഗ സാന്നിധ്യവും എല്ലാം ഉള്ള പ്രദേശമാണ്. അതായത് ആ മേഖല ഈ വന്യജീവികളുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം ആയിട്ടുള്ളൊരു പ്രദേശമാണ് ഇത്തരം എസ്റ്റേറ്റുകളെല്ലാം തന്നെ. അതായത് ഇതൊരു കണക്റ്റഡ് ഏരിയയാണ്. അതായത് ഈ മുട്ടിൽ മലയുമായി ചേർന്ന് കിടക്കുന്ന ഈ എസ്റ്റേറ്റാണ് ഈ പാറ്റനി എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. അവിടെയാണ് സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ അല്പസമയം മുമ്പ് മേഘന പറഞ്ഞ പോലെ ഇപ്പോൾ സുർജിത്ത് പറഞ്ഞു ഒട്ടും പരിക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേൽക്കുന്ന ഒരു പരിക്കുണ്ടല്ലോ. അതുപോലെ നമ്മുടെ ആ ഭീതി, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു അനുഭവമാണ്. ഒന്ന് ഉറങ്ങാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥ എന്ന് പറയുന്നത് എത്ര ഭീകരമാണല്ലേ. കാരണം ഈ ആന വരുമോ അല്ലെങ്കിൽ കാട്ടാന വരുമോ എന്നൊക്കെ പേടിച്ചിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. അത് ശബ്ദം കേട്ടാൽ